അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി ബിറിളല്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഉസീകും വഇയ്യായ അവ്വലൻ ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. പ്രിയപ്പെട്ട സനാബിൽ ഗ്രൂപ്പിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു പരിശുദ്ധ റമളാനിൽ കൃത്യമായി നോമ്പ് അനുഷ്ഠിക്കുകയും അതിൻ്റെ ഓരോ ഫളായിലും ചോർന്നു പോകാതെ കൃത്യമായി ഓരോ കർമ്മങ്ങളും അനുഷ്ഠിച്ചു പോരുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. മക്കൾ അള്ളാഹു നൽകിയ സമ്മാനം, വരദാനം എന്നതാണ് എൻ്റെ വിഷയം. മക്കൾ അള്ളാഹു നൽകിയ സമ്മാനമാണ്. നമുക്കറിയാം, മക്കൾ ഇല്ലാത്തവർക്കാണ് മക്കളുടെ നിലയും വിലയും തിരിച്ചറിയാൻ കഴിയും. ഈ സമ്മാനത്തെ നമ്മൾ എങ്ങനെയാണ് പരിചരിക്കേണ്ടത്, എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്? നമുക്കൊരു സമ്മാനം കിട്ടിയാൽ അത് അശ്രദ്ധമായി എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടുകയില്ല. മറിച്ച് വളരെ ശ്രദ്ധയോടെ, വളരെ കരുതലോടെ നമ്മൾ സൂക്ഷിക്കുകയും അഭിമാനിക്കുകയും മറ്റുള്ളവർക്ക് മുന്നിൽ തൻ്റെ സമ്മാനം എടുത്തു കാണിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ മക്കൾ അള്ളാഹു നമുക്ക് നൽകിയ വലിയ സമ്മാനമാണ്. അപ്പോൾ ആ സമ്മാനത്തെ എങ്ങനെയാണ് പരിഗണിച്ചത്, എങ്ങനെയാണ് പരിചരിച്ചത്, അതിൻ്റെ അള്ളാഹു നമുക്ക് നൽകിയതിൻ്റെ ആ നേട്ടം അതിനെങ്ങനെയാണ് നമ്മൾ ശുക്ർ ചെയ്തത്, ഇതിനെക്കുറിച്ച് ഓരോ രക്ഷിതാവും ഓരോ മാതാപിതാക്കളും കൃത്യമായി ആലോചിക്കേണ്ടതാണ്. മക്കൾക്ക് ദീൻ കിട്ടണമെങ്കിൽ പ്രധാനമായും മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. ആ മാതാപിതാക്കളിൽ ഉമ്മയാണ് കൂടുതൽ ശ്രദ്ധയൂന്നേണ്ടത്. കാരണം ബാപ്പമാർ പല വഴിയിലും കുടുംബജീവിതത്തിൻ്റെ ഭാഗമായി, ജോലിയുടെ ഭാഗമായും ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പുറത്തേക്ക് പോകുന്നവരാണ്. അതുകൊണ്ട് കുട്ടിയുമായി നിരന്തരം ഇടപഴകുന്ന ആള് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഉമ്മയാണ്. ഇദാ ലം തകും ഫീ മൻസിലിൽ മർഇ ഹുറത്തുൻ തുദബ്ബിറുഹു ലഅത് മസാലിഹു ദാരിഹി. ഒരു വീട്ടിൽ ഇത്തരത്തിലുള്ള മക്കളെ തദ്ബീർ ചെയ്യുന്ന, പരിചരിക്കുന്ന, ശുശ്രൂഷിക്കുന്ന, അദബും ഇൽമും സംസ്കാരവും പഠിപ്പിക്കുന്ന ഒരു സ്ത്രീ, ഒരു ഉമ്മ ഇല്ലെങ്കിൽ ആ വീട്ടിൻ്റെ നന്മ തന്നെ കളഞ്ഞു കുളിച്ചു എന്നാണ് പറയുന്നത്. അപ്പം കുട്ടിയുടെ സാംസ്കാരികമായ, മതപരമായ, ആത്മീയമായ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഉമ്മയാണ്. ആ ഉമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ തസവ്വജ ബിഇംറാഅത്തിൻ ഫഖദ് അഹ്റസ സുൽസൈ ദീനിഹി. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ അഥവാ ആ കുടുംബജീവിതത്തിൽ അവരിൽ ദീനിൽ 2 ഭാഗവും അവൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു, കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞു. ബാക്കി 3-1 നിങ്ങൾ കരുതലോടെ, ശ്രദ്ധയോടെ കൊണ്ടുവരണം എന്നാണ് ആ ഹദീസിൻ്റെ താല്പര്യം. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഉമ്മ എന്ന് പറയുന്നത് ആ വീട്ടിലെ ദീനിൻ്റെ ചെങ്കോൽ എന്തുന്ന കൃത്യമായ മാതൃകയാവേണ്ട ആളാണ്. കൂടുതൽ ഉത്തരവാദിത്തമുള്ള ആളാണ് ഉമ്മ. ഉമ്മക്കാണ് ഇതിൽ കൂടുതൽ റോളുള്ളത്. കുട്ടികൾ വളരെ മാന്യമായിട്ട് നമ്മൾ പെരുമാറണം. കുട്ടികൾ നമ്മിൽ നിന്ന് നമ്മുടെ വാക്കും, നമ്മുടെ നോക്കും, നമ്മുടെ പെരുമാറ്റവും, ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഇബാദാത്ത് മാത്രമല്ല, മുആമലാത്ത്, അതൊരു പക്ഷേ ഇബാദാത്തുകളെക്കാളും വ്യാപകമാണ്. ഇബാദത്തുകളെക്കാളും വളരെ കൂടുതലാണ് മുആമലാത്ത്. അതിൽ പ്രധാനമാണ് അഖ്ലാഖ്, സ്വഭാവം എന്ന് പറയുന്നത്. നമ്മുടെ നടപടി എങ്ങനെയാണ്, നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ്, നമ്മുടെ സംസാരം എങ്ങനെയാണ്, ഇത്യാദി കാര്യങ്ങളിൽ ഭൂമിയിലേക്ക് വളരെ ഫാരിഗായി ഇറങ്ങി വരുന്ന മക്കൾ ഈ ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നുമാണ് പഠിക്കുക. അതുകൊണ്ട് കുട്ടികളോട് വളരെ മാന്യമായി, ലളിതമായി, വളരെ വാത്സല്യത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർക്ക് മാതൃകയാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ സെയ്ദ് ബിൻ ഹാരിസ, അറിയാം, സെയ്ദ് എന്ന് പറയുന്ന ഒരു കൊച്ചു കുഞ്ഞ്, അനസിനെ പോലെ, അലിയെ പോലെ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ നമ്മൾ റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയുന്ന സമയത്ത് ചരിത്രത്തിൽ അവരുടെ പേര് പറയുമ്പം നബിയുടെ വീട്ടിൽ വളർന്ന കൊച്ചു കുഞ്ഞുങ്ങളാണ് അവർ. കുട്ടികളുടെ കൂട്ടത്തിൽ ഇസ്ലാം ആദ്യം സ്വീകരിച്ചത് അലി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ നബിയുടെ വീട്ടിൽ വളർന്നവരാണ്. അലി, അനസ്, സെയ്ദ് യഥാർത്ഥത്തിൽ നബിയുടെ ദത്തുപുത്രൻ, നബിയുടെ മകൻ എന്നാണ് അറിയപ്പെടുക. എന്നാൽ അത് നബിയുടെ വീട്ടിൽ വളർന്ന ഒരു കുട്ടിയാണ്. ഈ കുട്ടി കാണാതെ ആയിപ്പോയ, കളഞ്ഞുപോയൊരു മകനാണ്. ആ കുട്ടിയെ കാണാതെയായിട്ട് കുറേ കാലം ആ പിതാവ് കരഞ്ഞ്
കാറ്റുകളോടും ഈത്തപ്പനകളോടും മരുഭൂമിയിൽ ഇങ്ങനെ ഒരു ഭ്രാന്താവസ്ഥയിൽ നടന്നുകൊണ്ട് കുഞ്ഞിനെ തേടി കവിത പാടിയത് നമുക്ക് കേട്ടിട്ടുണ്ട്. ആ സമയത്തും കുട്ടി എവിടെയുള്ളത്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ് എത്തിപ്പെട്ടത്. തുദക്കീറുനി ശംസു ഇന്ദാ തുലൂഇഹാ വതഅരീദു ദിക്റാഹു യാ ഉർബുഹാ അഫൽ വഇൻ ഹബ്ബത്തിൽ അർവാഹു ഹയ്യജീന ദിക്റഹു വയാ തൂല മാ ഹുസ്നി അലൈഹി വയാ വജൽ. മോനെ സെയ്ദേ, സൂര്യൻ ഉദിച്ചുയരുമ്പോൾ നിന്നെ ഓർമ്മ വരികയാണ് സെയ്ദേ, സൂര്യൻ അസ്തമിക്കുമ്പോഴും നിന്നെ ഓർമ്മ വരികയാണ് സെയ്ദേ, കാറ്റടിക്കുമ്പോഴും മകനെ എനിക്ക് നിന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു മകനെ എന്ന് പറഞ്ഞ് ഭ്രാന്തനായി മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന ആ മനുഷ്യന്റെ മകൻ അപ്പോഴും റസൂലിന്റെ വീട്ടിലായിരുന്നു. റസൂലിന്റെ പരിചരണത്തിൽ, റസൂലിന്റെ സംരക്ഷണത്തിൽ, റസൂലിന്റെ ശിക്ഷണത്തിൽ ആ കുഞ്ഞ് വളരുന്നുണ്ട്. ബക്കൈതു അലാ സൈദിൻ വലം അദ്രി മാ ഫഅൽ അഹയ്യും ഫയുർജാ അം അതാദൂനഹുൽ അജൽ. ആ കുട്ടിയുടെ പേരിൽ സെയ്ദേ, നിന്റെ പേരിൽ ആ കുട്ടി അയാൾ കരയാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ കുട്ടിയെ ഉക്കാള ചന്തയിൽ നിന്ന് ഖദീജ ബീവിയുടെ അമ്മാവൻ ഹക്കീം ബിൻ ഹുസാം വാങ്ങുകയായിരുന്നു. എന്നിട്ട് അത് ഖദീജ ബീവി കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഖദീജ ബീവി മുഖേനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ആ കുട്ടി എത്തുന്നത്. ആ കുട്ടി നബിയുടെ വീട്ടിൽ വളർന്നു. അങ്ങനെ കുറേ കാലം അന്വേഷണത്തിന്റെ ഭാഗമായി ആ കുട്ടീൻ്റെ പിതാവും എളാപ്പയും അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് അവസാനം എത്തിയത് നബിയുടെ വീട്ടിലെത്തി. ആരോ പറഞ്ഞു മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ഈ കുട്ടി ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ അവിടെ എത്തിയിട്ട് ആ കുട്ടിയുമായി സംസാരിച്ചു. ചുരുക്കി നമുക്ക് അറിയുന്ന ചരിത്രമാണ്. അപ്പോൾ ആ കുട്ടിയോട് നബി ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്, എനിക്ക് എൻ്റെ അടുത്ത് നിൽക്കാം അല്ലെങ്കിൽ എൻ്റെ ഉപ്പയുടെ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ കുട്ടി റസൂലിൻ്റെ അടുക്കൽ തന്നെ നിൽക്കാനാണ് ആ കുട്ടി താല്പര്യം കാണിച്ചത്. കാരണം നബിയുടെ പരിചരണവും ശുശ്രൂഷയും ശിക്ഷണവും സ്നേഹവും വാത്സല്യവും അത്രയുമാണ്. അതാണ് ആ കുട്ടിക്ക് ഒരിക്കലും ആ പിതാവിനെ, തനിക്ക് തൻ്റെ നേരിട്ടുള്ള പിതാവല്ലെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറക്കാൻ കഴിയാത്ത അത്രയും സ്നേഹവാത്സല്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുമാറിയത്. അനസ് റളിയല്ലാഹു പറയുന്നുണ്ട്, നബി എന്നോട് ഇങ്ങനെ ചെയ്തിട്ടില്ല, അത്ര പോലും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. അപ്പോൾ ആ രീതിയിൽ മക്കളോട് മാന്യമായി സ്നേഹത്തോടെ നമ്മൾ വളർത്തണം. മക്കളൊരു ഡോക്ടറാവണം, എല്ലാവരുടെ കാഴ്ചപ്പാടാണ്. മക്കളൊരു ഡോക്ടറാവണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ അതുപോലെയുള്ള ഭൗതിക ഡിഗ്രി സ്ഥാനത്ത് ഉന്നത വിധാനത്ത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ദീനില്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു കാര്യമില്ല. മക്കളുടെ സെറ്റപ്പും നടപടിയും പോക്കും വരവൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപക്ഷെ അഭിമാനം നമുക്ക് തോന്നിപ്പോകും. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് ആ മക്കളുടെ നടപടി നമുക്കതിൽ വലിയ വേവലാതും മനസ്സിൻ്റെ വേവും വേദനയും വരാനായിട്ടില്ല. പക്ഷേ മക്കൾക്ക് ദീനില്ലെങ്കിൽ ഉപ്പാൻ്റെയും ഉമ്മായുടെയും നില അറിയൂല. അതുകൊണ്ട് തന്നെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ മക്കൾ നമുക്ക് സംരക്ഷണം നൽകേണ്ട, നമുക്ക് ഖിദ്മത്ത് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ആ അവസ്ഥയെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. സഅദ് ഇബ്നു അബി വഖാസ് എന്ന് പറയുന്നുണ്ട്, അതായത് പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി എത്ര ശ്രദ്ധയും എത്ര കരുതലും ഞങ്ങളോട് റസൂൽ സൂക്ഷിക്കാൻ പറഞ്ഞോ, അതുപോലെ ഈ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ യുറദ്ദ ഇലാ അർദലിൽ ഉമൂർ. പ്രായത്തിന്റെ ആ അറ്റം, ആ പിച്ചിമ്പയും പറയുന്ന ഒരു പിടുത്തമില്ലാത്ത, നേരത്തെ അറിവൊക്കെ ഉണ്ടായിരുന്ന, നേരത്തെ നാട് വിറപ്പിച്ചിരുന്ന, നേരത്തെ കച്ചവടവും ബിസിനസ്സും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന മധ്യസ്ഥരും നാട്ടിലെല്ലാവർക്കും ആവശ്യമുണ്ടായിരുന്ന ആൾ, നല്ല വിവരമുണ്ടായിരുന്ന ആൾ, പക്ഷെ അയാൾക്ക് ഇപ്പോൾ ഒന്നും അറിയാത്ത അല്ലെങ്കിൽ അല്പം അറിയുന്ന ഒരവസ്ഥയിൽ അയാൾ ഇങ്ങനെ കിടന്നു പോകുന്ന, എന്നാൽ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാനോ മറ്റുള്ളവൻ്റെ പരസഹായം കൂടാതെ കിടക്കാനോ കഴിയാത്ത പ്രായത്തിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നൊരു ഘട്ടമുണ്ട്. അത് മരിക്കുന്നതിന് മരണത്തിൻ്റെ മുമ്പുള്ള മറ്റൊരു മരണമാണ്. അങ്ങനെയാണല്ലോ ഇതാ ഫാത്തകൽ ഹാദ വഅല ദുനിയാ സലാം എന്ന് പറയുന്നുണ്ട് ഒരു കവിതയിൽ. വഅലാ ഫാതക ഹാദ വഅല ദുനിയാ സലാം. ദുനിയാവിൻ്റെ ഈ പ്രൗഢിയും ദുനിയാവിൻ്റെ ഈ ആനുകൂല്യമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, അവസാനം അവൻ്റെ ശരീരവും ശുഷ്കിച്ച് പരസഹായമില്ലാത്ത അവസ്ഥയിൽ നിന്ന് പോകുന്നുവെങ്കിൽ, പിന്നെ ഈ ദുനിയാവിൽ നിന്ന് അവൻ പിരിഞ്ഞു പോകാനാണ്, സലാം പറയാനാണ് നല്ലതെന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരാനുണ്ട്. ആ വരുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധയും പരിചരണവും ശുശ്രൂഷയും ഖിദ്മത്തും നമുക്ക് കിട്ടേണ്ടത് ആരിൽ നിന്നാണ്? ഒരു പക്ഷേ നമ്മളെ മക്കളിൽ നിന്നാണ്. മക്കൾക്ക് ദീനില്ലെങ്കിൽ അത് കിട്ടുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേവലാതിയോട് കൂടി അള്ളാഹുവോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല സഹാബികളോട് അത് പഠിപ്പിക്കാറുമുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാനുള്ളതാണ്. അപ്പോൾ മക്കളെ വളർത്തുന്നതിലും പരിചരിക്കുന്നതിലും പരിഗണിക്കുന്നതിലും ശിക്ഷണം കൊടുക്കുന്നതിലും മാതാപിതാക്കൾക്കാണ്. ആ മാതാപിതാക്കളിൽ മാതാവിനാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹംസാ, ഇസ്ലാമിക ചരിത്രത്തിലെ അറിയപ്പെട്ട കവയത്രിയാണ് ഹംസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി വനിതയാണ്. അവർ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ധാരാളം കവിത എഴുതി അത് പാടി അതിൻ്റെ പേരിൽ മറ്റുള്ളവർ രസിച്ച് രമിച്ച് മതിച്ച് ആലസ്യത്തോടെ ആടിപ്പാടി നടന്നിരുന്ന, അവരുടെ നാവ് കൊണ്ട് വലിയ രീതിയിൽ ആനന്ദിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ ഹംസ ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അവരുടെ ചിന്ത, അവരുടെ ജീവിത വ്യവഹാരങ്ങൾ, ഇടപാടുകൾ, ചുറ്റുപാടുകൾ, വീട്, പരിസരം, മക്കൾ എല്ലാം
അള്ളാഹും അള്ളാഹിൻ്റെ ദീനും മാത്രമാണ്, പരലോകത്തെ ലക്ഷ്യമാക്കി ലാക്കാക്കി മാത്രമാണ് ഹൻസ ജീവിച്ചത്. നമുക്കറിയാം ഹൻസാന്റെ ചരിത്രത്തിൽ ഈ ഖാദിസിയ യുദ്ധത്തിലേക്ക് അവരുടെ 4 മക്കളെയും കുളിപ്പിച്ച് വസ്ത്രം ഉടുപ്പിച്ച് സുഗന്ധം പൂശി ചന്തയിലേക്ക് പറഞ്ഞേക്കുന്ന പോലല്ല, യുദ്ധത്തിലേക്ക് പറഞ്ഞേക്കുന്ന രംഗമുണ്ട്. വളരെ ആവേശത്തോടെ വളരെ ആശയോടെ സ്വർഗം ലക്ഷ്യമാക്കി മക്കളെ പറഞ്ഞേക്കാണ്. മക്കളും തജന്യമായി അതിനനുസരിച്ച് ആ മക്കളും അങ്ങനെ തന്നെ ഒരുങ്ങി പുറപ്പെടുകയാണ്. അപ്പൊ ഹൻസാബോട് പറയുന്നുണ്ട്, മക്കളെ നിങ്ങളെ വാപ്പാനെ ഞാൻ വഞ്ചിച്ചിട്ടില്ല, നിങ്ങളെ അമ്മാവന്മാരെ ഞാൻ വഷളാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സ്വർഗം ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മക്കളെ ആവേശത്തോടു കൂടി ഈ 4 മക്കളെയും യുദ്ധത്തിലേക്ക് പറഞ്ഞയക്കുകയും എന്നിട്ട് ആ അടർക്കളത്തിൽ വെച്ച് അടരാടി രക്തസാക്ഷിത്വം വഹിക്കുകയും അതിൻ്റെ പേരിൽ അഭിമാനിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്ത ആ ഹൻസ നമുക്കറിയാം. അതെന്താണ്? ഒരു ഉമ്മ മക്കളെ എങ്ങനെ പോറ്റി, ആ മക്കൾ എങ്ങനെ വളർന്നു, ആ ഉമ്മയും ആ മക്കളും തമ്മിലുള്ള ദീനീപരമായ വളർച്ച എങ്ങനെ ഉണ്ടായി എന്നതിന് ഏറ്റവും വലിയ മകുടോദാഹരണമാണ് സത്യത്തിൽ ഹൻസായിൻ്റെത്. അതുകൊണ്ട് തന്നെ മക്കൾ നമ്മൾ വളർത്തണം, നന്നായി വളർത്തണം. അവർക്ക് ടോപ്പ് വിവരം ഉണ്ടാവണം, ടെക്നോളജി ഉണ്ടാവണം, ടോപ്പ് ഡോക്ടർ ആവണം, ടോപ്പ് എഞ്ചിനീയർ ആവണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ദീനില്ലെങ്കിൽ എത്രയായാലും ടോപ്പല്ല. ടോപ്പ് ഏതാണ്? ദീനാണ്. അതുകൊണ്ട് തന്നെ മക്കൾ ദീനില്ലെങ്കിൽ ആ മക്കൾക്ക് നമ്മൾ വിചാരിച്ചെടുത്ത് കിട്ടുകയില്ല. അപ്പോൾ ദീനാണ് നമുക്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഈയിടെ നമുക്കറിയാം ഒരു ഡോക്ടർമാർ യുവമിഥുനങ്ങളായ 2 പേര് പരസ്പരം സ്നേഹിച്ചു. അവരുടെ മാതാപിതാക്കൾ അവരെ വളർത്തി, അവരെ പഠിപ്പിച്ചു. വലിയ വലിയ ഊർജ്ജങ്ങൾ സാമ്പത്തികമായും സമയം കൊണ്ടും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും വലിയ വലിയ ഊർജ്ജം ചെലവാക്കി വളർത്തിയെടുത്ത് അഭിമാനിക്കാവുന്ന രീതിയിൽ ജോലി കിട്ടിയ 2 യുവമിഥുനങ്ങളായ ഡോക്ടർമാരിൽ അവർ പ്രേമ നൈരാശ്യത്തിൻ്റെ ജീവിത കാഴ്ചപ്പാടിൻ്റെ അതിൻ്റെ ആ ഫലത്തിൽ അവർക്ക് നിരാശയുണ്ടാവുകയും അതിലൊരു ഡോക്ടർ മരിക്കുകയും ചെയ്തു, ആത്മഹത്യ ചെയ്യുകയും ചെയ്തത് ഈയിടെ സോഷ്യൽ മീഡിയകളിലും പത്രമാധ്യമങ്ങളിലും വളരെ ഒച്ചപ്പാടുണ്ടാക്കിയ സംഭവമാണ്. എന്താ? അവർക്ക് വിവരമില്ലാഞ്ഞിട്ടല്ല, വിവരം ടോപ്പ് വിവരമാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? ഒന്നുകിൽ അവരുടെ മാതാപിതാക്കൾ അവർക്ക് ദീൻ കൊടുത്തില്ല, പഠിപ്പിച്ചില്ല, അല്ലെങ്കിൽ അവർ ദീൻ പഠിക്കേണ്ട ഒരവസ്ഥയിൽ അവർ വളർന്നില്ല. അപ്പോൾ ഇത് വലിയൊരു കോട്ടമാണ്. പക്ഷെ ഇപ്പം വളർന്നു വന്ന കുട്ടികളുടെ മുടി നമുക്കറിയാം, അവരുടെ നഖം, അവരുടെ വേഷം, അവരുടെ ചുണ്ട് ലിപ്സ്റ്റിക്ക് തേച്ച് വാരി, പെൺകുട്ടികളാണെങ്കിൽ പാൻറ് പരമാവധി മേലോട്ട് കയറ്റി വരുന്ന ചെറിയ മക്കളും കാണുന്നുണ്ട്. ആൺകുട്ടികളാണ് പരമാവധി താഴോട്ട് ഇറക്കി വരുന്ന ദാരുണമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നല്ലതല്ല. രക്ഷിതാക്കൾ മക്കളുടെ ചുണ്ട് ഒന്ന് പരിശോധിക്കണം. 7ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ ഇന്നിപ്പോൾ അത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്കൂളിൽ ഒരു ടീച്ചർ, ഒരു മാഷ് കുട്ടികളുടെ ഈ വാരിത്തേമ്പി വരുന്ന രംഗം കണ്ട് ഒരു കുട്ടിയുടെ രക്ഷിതാവിന് ഒരു ഉമ്മനെ വിളിച്ചു വരുത്തിയപ്പോൾ ഉമ്മ അതിനേക്കാളും കൂടുതൽ ചുണ്ട് ചൂപ്പിച്ച് വാരിത്തേമ്പിയിട്ടാണ് ഉമ്മ വന്നത്. പിന്നെ എന്ത് പറയാനാണെന്നാണ് ഒരു മാഷ് എന്നോട് പറഞ്ഞത്. ഏതായാലും ഞാൻ അവളെ BTech പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ അവളെ BDS പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ അവളെ MBA പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ അവളെ B.Pharm പഠിപ്പിച്ചിട്ടുണ്ട്, വീട്ടിൽ ഇരുന്നാൽ കടലാസ് ഉണ്ടായാൽ മതി 5000 വരും എന്ന് പറഞ്ഞ അഭിമാനിക്കുന്ന ചില കുട്ടികൾ, ചില രക്ഷിതാക്കൾ പറയാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഓളെ കാര്യത്തിൽ എനിക്ക് ബേജാറില്ല, ഓള് സ്വയം പര്യാപ്തത നേടിയിട്ടുണ്ടെന്ന് പറയാറുണ്ട്. ഓള് സ്വയം പര്യാപ്തത നേടിയിട്ടുണ്ട്. കാരണം കല്യാണം കഴിക്കാൻ നേരത്തോ ഓൾ പറയും നിങ്ങളൊന്നും വേണ്ട, ഞാൻ തന്നെ ആളെ കണ്ടെത്തിയിട്ട് പറയും. ചിലപ്പോൾ എനിക്കിപ്പോൾ വിവാഹം വേണ്ട, എനിക്ക് ജോലി കിട്ടട്ടെ എന്ന് പറയും. ജോലി കിട്ടിയാൽ പിന്നെ പറയും എനിക്ക് വിവാഹം വേണ്ട എന്ന് പറയുന്ന മക്കളെയും നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അത്. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? കുട്ടികൾ കൊടുക്കേണ്ടത് ശരിയായ ദീന. കൊടുത്തില്ലെങ്കിൽ ഈ ദുനിയാവിൽ തന്നെ നമ്മൾ അത് നിർവഹിക്കും. ചില വാപ്പാരോട് മക്കൾ പറയും, അല്ലന്മാരോട് പറയും എനിക്ക് ദീനൊന്നും വേണ്ട, എനിക്ക് മാതാപിതാക്കൾ വേണ്ട, എനിക്ക് കുടുംബം വേണ്ട, എനിക്ക് മതം വേണ്ട, അള്ള വേണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞു കുത്തി വളഞ്ഞു കുത്തി നിന്ന് ധാർഷ്ട്യം കാണി സംസാരിച്ച് ഇറങ്ങിപ്പോകുന്ന മക്കളുണ്ട്. ആ മക്കൾ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു തെങ്ങിൽ നിന്ന് ഒരു ഓല ഉണങ്ങി വീഴുമ്പോൾ ഓല തെങ്ങിനോട് പറയും ഞാൻ പോയാൽ എനിക്ക് ഇതിൻ്റെ വില അറിയും, നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറയും. ഒന്നും സംഭവിക്കാനില്ല, തെങ്ങവിടെ ഉണ്ടാവും. ആ ഉണങ്ങിയ ഓല അങ്ങോട്ട് താഴെ വീഴും, അത് കൊത്തി മുറിച്ച് കെട്ടാക്കി ചൂട്ടാക്കി അവിടെ വെക്കും, പിന്നെ അടുപ്പിക്ക് ഒരു കയറ്റില്ല. അതുപോലെയാണ് ഇവള് വില അറിയില്ലാന്ന് ഇറങ്ങി പോകുന്നത്. ഇവള് ദീൻ വിട്ട് മതം വിട്ടാണ്ട് പോയാൽ ആ പോകുമ്പോൾ ഒരു സുഖം ഉണ്ടാവും, നല്ല സുഖത്തിലാണ്ട് പോകും. പക്ഷെ താഴെ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരിച്ച് ഖബറിൻ്റെ ആഴിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അനുഭവിക്കാൻ പോകുന്നത് ആ നരകത്തിൻ്റെ ചൂടാണ്. ഇത് നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. ദീനുള്ള മക്കളാണെങ്കിൽ അങ്ങനെ ഇറങ്ങിയിട്ടോ ചാടിയിട്ടോ ഓടിയിട്ടോ പറന്നിട്ടോ നമ്മുടെ കൈവിട്ട് കളം മാറി ചാടി പോകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കുട്ടികളെ പറഞ്ഞു, പ്രത്യേകിച്ച് പെൺമക്കളെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അറിയാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പെൺമക്കൾ മാത്രമേ ഉള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഇസ്ലാമിക ചരിത്രത്തിൽ സഹാബികളിൽ എത്ര സ്ഥാനമുള്ള ആളാണെന്നുള്ളത് പറയേണ്ടതില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് മക്കൾ വഫാത്താകുന്നതിൻ്റെ ഘട്ടം രോഗിയായി കിടക്കുമ്പോൾ അന്നത്തെ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ അടുക്കലേക്ക് വന്ന ചരിത്രം വായിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് കാരണം ഖലീഫയാണ്, സഹാബികളിൽ പ്രമുഖനും പ്രധാനിയുമായ ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അതുകൊണ്ട് തന്നെ ഖലീഫക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ ഒരു ശ്രദ്ധിക്കുക എന്ന നിലയ്ക്ക് വീട്ടിൽ ചെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ആ രോഗാവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ വിസിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ അറിയാൻ വേണ്ടി ചെന്നതാണ്. അങ്ങനെ ചെന്നപ്പം അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ പ്രശ്നം എനിക്ക് ദുനൂബി, എൻ്റെ പാപങ്ങളാണ് എൻ്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഇയാൾ ചോദിക്കുമ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ അർജു റഹ്മത്ത് റബ്ബി, ഞാൻ എൻ്റെ റബ്ബിൻ്റെ റഹ്മത്താണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഇയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്.
അല്ല അങ്ങനല്ല, ഞാൻ നിങ്ങൾക്ക് ഡോക്ടറെ അയക്കണോ, വൈദ്യൻ്റെ സഹായം വേണം, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വേണ്ട, ആ തൊബീബുല്ലതി അമ്രവനി, എനിക്ക് പിന്നെ രോഗം തന്ന ഡോക്ടർ തന്നെയാണ്, എനിക്ക് രോഗം തന്ന ആൾ തന്നെയാണ് എൻ്റെ ഡോക്ടർ എന്ന് പറയുകയും അങ്ങനെ കുറേ നേരം അങ്ങനെ സംസാരിച്ച് അവസാനം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് പെൺകുട്ടികളുള്ളൂ, പെൺകുട്ടികൾക്ക് വേണ്ടി പിന്നെ എന്തെങ്കിലും ഞാൻ ഒരു വരുമാനമായിട്ട് എന്തെങ്കിലും കാണുമെന്ന് ചോദിച്ചപ്പം അയാൾ ആ കിടക്കുന്നിടത്ത് നിന്ന് എണീറ്റ് ചാരി എന്നിട്ട് പറഞ്ഞു, നിങ്ങളെന്താ പറഞ്ഞത്, പെൺകുട്ടികൾക്ക് വരുമാനം, അവർക്ക് ഞാൻ വരുമാനം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 5 സെന്റ് ഞാൻ ഓരോ പേരിൽ എഴുതി കൊടുത്തിട്ടുണ്ട് എന്നല്ല പറഞ്ഞത്. പെൺകുട്ടിയൊക്കെ ഞാൻ സൂറത്തിൽ വാക്യ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, അത് ഓതിയാൽ ദിനേന അവർ ഓതിയാൽ അവർക്ക് പിന്നെ ദാരിദ്ര്യ വിഷമം ഉണ്ടാവില്ല എന്ന് റസൂൽ സല്ലല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ്റെ മക്കളെ ഞാൻ അങ്ങനെ പഠിപ്പിച്ച് വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ വിഷയത്തിൽ ദാരിദ്ര്യത്തെ വെച്ചിട്ട് ബേജാറില്ല. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് എന്ത് വേണ്ട, ഒരു പിന്നെ വരുമാനം നിങ്ങൾ കാണണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താ അർത്ഥം, ദീൻ മക്കളിലുണ്ടെങ്കിൽ ആരിലുണ്ടെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് പേടിച്ച് ദീനനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതോപാധി അള്ളാനെ കാണും. ആ ധൈര്യം അവർക്കുണ്ട്, ആ വിശ്വാസം അവർക്കുണ്ട്. അങ്ങനെ വളർന്നു വരുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരിക്കുമ്പോഴും പേടിയില്ല. മക്കൾക്ക് നല്ല അദബും ഇൽമും കൊടുക്കണമെന്നാണ്. ശരിക്കും ദാരിദ്ര്യത്തെ കുറിച്ച് പേടിക്കണ്ട. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ സ്വത്തും അല്ലെങ്കിൽ അവൻ്റെ നെസബും അവൻ്റെ തറവാടും വിഹിതമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് ഇല്ലാത്തതല്ല യഥാർത്ഥ ദാരിദ്ര്യം. പിന്നെ വലിൽ ഫക്കീർ അൽ ഇൽമി വൽ അദബി, യഥാർത്ഥത്തിൽ കുട്ടിക്ക് കിട്ടേണ്ട ജ്ഞാനവും വിദ്യയും അതുപോലെ തന്നെ മര്യാദയും സംസ്കാരവും ഇതില്ലെങ്കിൽ അതാണ് ദാരിദ്ര്യം. ആ കുട്ടിയുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കേണ്ടത്, കിട്ടേണ്ട ഉന്നതി നഷ്ടപ്പെടുന്നത് അതാണ് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പാടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളെ നമ്മൾ കാണുന്നത് ഇപ്പോൾ റമദാൻ വന്നതിന് ശേഷം ടൗണുകളിലും അങ്ങാടികളിലും കവലകളിലൊക്കെ മഗ്‌രിബിന് ശേഷം ഇശാന് ശേഷമൊക്കെ തറാവീൻ്റെ സമയത്തൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉമ്മാർ വരെ പർദ്ദ ഇട്ടിട്ട് അങ്ങാടിയിൽ ഇങ്ങനെ ഇറങ്ങി ഉലാത്തുകയാണ്. എന്നിട്ട് അവിടെ കളർ കുപ്പി ഇങ്ങനെ കച്ചവടക്കാരൻ പല ഗോഷ്ഠി കാണിച്ച് കുലുക്കി സർബത്ത് എന്താണെന്ന് പറയുക അങ്ങനെ ആദ്യം നൊട്ടി നുണഞ്ഞ് അത് അങ്ങാടിയിൽ ഇങ്ങനെ ഉലാത്തുന്ന രീതി ഇപ്പോൾ പരിശുദ്ധ റമദാനിൽ കൂടുതൽ കൂലി വാരി കൂട്ടേണ്ട സമയത്ത് പെൺകുട്ടികളോ ആൺകുട്ടികളോ റോട്ടിൽ ഇറങ്ങിയിട്ട് കളർ കുടിച്ചിങ്ങനെ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതെന്താ സംഭവിക്കുന്നത്? അതായത് ഈ സമുദായത്തിൻ്റെ പോക്കം കിട്ടാണ്, ഈ മക്കളുടെ പോക്കം കിട്ടാണ്. എൻ്റെ മക്കളെ ഞാൻ 7ാം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ടുണ്ട്, ഓൾ ഉഷാറാന്നൊക്കെ പറയും. 7ാം ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, വീട്ടിൽ അവിടെ സർട്ടിഫിക്കറ്റ് തൂക്കി വെച്ചിട്ടുണ്ട്, സമ്മാനം വാങ്ങിയിട്ട് ഫുൾ A+ ആണ്. പക്ഷേ A+ വെച്ചിട്ട് എന്താ കാര്യം? ഒരു മന്ത്രി പറഞ്ഞില്ലേ, കുട്ടികളെ +2 കംപ്ലീറ്റ് ചെയ്യും, ഫുള്ള് മാർക്കുണ്ട്, എല്ലാം A+ ആണ് SLC-യിൽ. പക്ഷേ കുട്ടികൾക്ക് അവനെ പേര് എഴുതാൻ കഴിയില്ല എന്ന് പറയുന്നത്. ആ പേര് എഴുതാൻ കഴിയാത്തതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ റിസൾട്ട്. പഠിച്ചതല്ല, പേരെഴുതാൻ പോലും കഴിയില്ല എന്നത് ആ വിദ്യാഭ്യാസത്തിൻ്റെ റിസൾട്ടാണ്. ആ മന്ത്രി പറഞ്ഞത് പരമയാഥാർത്ഥ്യം. അപ്പം 7ാം ക്ലാസ് വരെ പഠിച്ച കുട്ടിക്ക് നിസ്കാരത്തിന് ഷർത്ത് എന്താ, പല കുളിയുടെ ഫർള് എന്താണ്, ഷർത്ത് എന്താ അറിയില്ല. അല്ലെ അത്തയ്യാത്തൊരു വക്കൊട്ടിയ അത്തയ്യാത്താണ്, അത് മുഴുവൻ അറിയില്ല. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കാണുമെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് എന്ത് കാര്യം, സർട്ടിഫിക്കറ്റ് 7ാം ക്ലാസ് വരെ പഠിച്ചോണ്ട് എന്ത് നേട്ടമാണത്? കുട്ടികൾ പറഞ്ഞാൽ ബിസ്ക്കറ്റിൽ ക്രീം പോലെയാണ്. ബിസ്ക്കറ്റ് ആദ്യം തിന്നും, പിന്നെ ക്രീം മാത്രം തോണ്ടി നിന്നിട്ട് ബാക്കി ബിസ്ക്കറ്റ് നമുക്ക് തരും. ഓനെ വേണ്ട, ഓനെ സൗകര്യത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥയിലൂടെ, ഒരു കാലഘട്ടത്തിലൂടെ, ഒരു സാഹചര്യത്തിലൂടെ വളരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫലസ്തീൻ. നമുക്കറിയാം, ഫലസ്തീനിലെ കുട്ടികളെ, പിഞ്ച് കുഞ്ഞുങ്ങൾ, അവർ വെള്ളം കുടിച്ചിട്ടില്ല, അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നോമ്പ് തുറക്കാൻ വേണ്ടി പട്ടിണിയുടെ മരണത്തിന് കാര്യത്തിൽ എത്ര കുട്ടികൾ മരിച്ചെന്ന് വായിച്ചു. ബോംബർ വിമാനത്തിലെ മിസൈലുകൾക്ക് താഴെ പുഴുക്കളെ പോലെ കാത്തിരിക്കാൻ അവർ അന്യന്റെ ഭക്ഷണം തേടി. എന്തൊരു ഗുരുതരാവസ്ഥയാണ്. ലോകത്തൊരു മുതലാളിയും അവർ സംസാരിക്കാനില്ല. വളരെ നിസ്സഹായവും നിരാലംബരായി കഴിഞ്ഞുകൂടുന്ന ആ മക്കൾക്ക് മുന്നിൽ നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെ മക്കൾക്ക് നമുക്ക് കിട്ടിയ ജീവിതത്തിന് അനുഗ്രഹം നമ്മൾ മറക്കാതിരിക്കണം. അതുകൊണ്ട് കുട്ടികൾക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ കുട്ടികളാണ് വളർന്നോളും എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കൂല. വളർന്നോളും എന്ന് വിചാരിച്ചാൽ നടക്കൂല. കേടുവരാൻ അധികം അധ്വാനിക്കേണ്ട, നന്നാവാൻ കുറച്ച് അധ്വാനിക്കേണ്ടി വരും. നമ്മളൊരു പയർ കുഴിച്ചിട്ടാൽ ആ കുഴിച്ചിട്ടിട്ട് അവിടുന്ന് കുറച്ച് വെള്ളം കുഴിച്ചെടുത്ത് പോയിട്ട് ഒരു 6 മാസം കഴിഞ്ഞ് ചാക്കും കൊണ്ട് തന്നാൽ നമുക്ക് പയറെടുക്കാൻ കഴിയില്ല. പിന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ ചുറ്റുഭാഗമുള്ള കളം അത് പറിച്ചെടുക്കണം, അതിന് വടി വെച്ചെടുക്കണം, വളരുമ്പോൾ വടി വെച്ചെടുക്കണം, അതിന് വടരാനുള്ള അതിന് കയറ് കെട്ടി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അതിൻ്റെ മുട്ടിടുന്ന സമയത്ത്, പൂവുന്ന സമയത്ത് അതിന് പുഴുക്കൾ വരും, പ്രാണികൾ വരും, അതുകൊണ്ട് അതിന് പരിസരമുള്ള കളകൾ പറിച്ചു കൊടുക്കണം. അങ്ങനെ നിരന്തരം ഇങ്ങനെ പരിചയിച്ച് കഴിഞ്ഞാൽ അവർക്ക് പയറ് ചാക്കിൽ വാരിക്കൊണ്ടാകാം. അല്ല അവിടെ തൊടിയിൽ പോയിട്ട് അത് കുഴിച്ചിട്ട് പിന്നെ അന്ന് വെള്ളം വെച്ച് പോയിട്ട് 6 മാസം കഴിഞ്ഞ് കാരണം പോകാൻ കഴിയില്ല. അത്രയും കാടവിടെ ഉണ്ടാവും, ചെന്നാൽ തന്നെ അവിടെ ജന്തു പ്രാണികളൊക്കെ ഉണ്ടാവും, അപ്പോൾ പയർ കിട്ടൂല. അപ്പോൾ ഈ ഒരു രീതിയാണ് മക്കളെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് കൊണ്ടുപോയാൽ നമുക്ക് അതിൻ്റെ ലാഭം നമുക്ക് എടുക്കാൻ കഴിയും. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ നഹല വാലിദുൻ വലദൻ മിൻ നുഹ്രിൻ അഫ്ളല മിൻ അദബിൻ ഹുസ്ൻ. ഒരു നല്ല സംസ്കാരത്തെക്കാൾ, നല്ല അദബിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നും ഒരു പിതാവും ഒരു വാപ്പയും തൻ്റെ മക്കൾക്ക് സമ്മാനമായി നൽകുന്നില്ല. അപ്പം മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട സമ്മാനം എന്ന് പറഞ്ഞാൽ നല്ല സംസ്കാരവും നല്ല അറിവും അദബുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നത്, അക്രിമൂ ഔലാദക്കും വഹ്സിനൂ അദബഹും.
നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അർഹമായ വിധത്തിൽ അവരെ നിങ്ങൾ പരിചരിക്കുക, അവരുടെ പെരുമാറ്റ മര്യാദകളിൽ നിങ്ങൾ നന്നാക്കി തീർക്കുകയും ചെയ്യുക എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ മാതൽ ഇൻസാൻ ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസിൻ വലദിൻ സാലിഹ് യദഊ ലഹു. ഒരു മനുഷ്യന് ജീവിച്ച് അവരുടെ ജീവിതം തീർത്ത് മരിക്കുമ്പോൾ പിന്നെ അവൻ്റെ കർമ്മങ്ങളൊക്കെ നിന്നുപോയി. 3 കാര്യങ്ങളില്ല. അതിലൊന്ന് സ്വാലിഹായ മോനാണ്. 10 മക്കളുണ്ടായിട്ട് കാര്യമില്ല, നല്ല ഒരു കുട്ടി ഉണ്ടായി, ഒരു മോള് ഒരു മോനുണ്ടായി മരിച്ചു. അവൻ യദൂലഹു, ആ വാപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എങ്കിൽ ആ ഖബറിൽ അയാൾക്ക് ഇങ്ങനെ അതിനിങ്ങനെ ലാഭം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, കിട്ടും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലയർഫഉ ദറജത ലിൽ അബ്ദി സ്വാലിഹി ഫിൽ ജന്ന ഫയഖൂലു യാ റബ്ബി അന്നാ ലി ഹാദിഹി ഫയഖൂലു ബിസ്തിഗ്ഫാരി വലദിക ലക എന്ന് റസൂൽ സ്വല്ലല്ലാഹു പറയുന്നുണ്ട്. സദ്വൃദ്ധനായ നല്ല ഒരു സ്വാലിഹായ ഒരു മനുഷ്യന് അള്ളാഹു ധാരാളം ദറജകൾ പദവികൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അയാൾ ഖബറിൽ അതിൻ്റെ സുഖം ഇങ്ങനെ അനുഭവിക്കും. അപ്പോൾ അയാൾ ചോദിക്കും, അള്ളാഹുവെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്നത്? അപ്പോൾ അയാൾ പറയും, യാ റബ്ബി ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മകൻ നിനക്ക് വേണ്ടി പാപമോചനം വർദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ഇത് കിട്ടുന്നത് എന്ന് ഖബറിൽ കിടക്കുന്ന ആ മനുഷ്യന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് ഉത്തരം ഉണ്ടാകുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ കാണാം, മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിസ്കാരത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇങ്ങനെ സുജൂദിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം. സ്വന്തം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി, സ്വന്തം കുടുംബത്തിന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റബ്ബന ഹബ് ലനാ, ആ പ്രാർത്ഥന റസൂൽ അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. കണ്ടോ, ഇത് ഖുർആൻ നമുക്കൊക്കെ അറിയുന്ന വിഷയമാണ്. മക്കൾക്കും ഭാര്യമാർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ, കൺകുളിർമ ഉണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനും പോലും പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു. അപ്പം നമ്മൾ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധയോടെ, കരുതലോടെ, നല്ല നിലക്ക് നമ്മൾ പരിചരിച്ച് ശുശ്രൂഷിച്ച് ശിക്ഷണം കൊടുത്ത് കൊണ്ടുപോയാൽ നമുക്ക് നല്ല അഭിമാനിക്കാവുന്ന ദുനിയാവിൽ മാത്രമല്ല പരലോകത്തും നമുക്കതിൻ്റെ ഗുണം കിട്ടും. അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ അള്ളാഹ് തന്ന വരദാനമാണ്, സമ്മാനമാണെന്ന് മനസ്സിലാക്കി കൂടുതൽ ശ്രദ്ധയോടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിലും ചതികളിലും വീണു പോവാതെ ഈ സമുദായത്തിനും മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ സ്വന്തം നാട്ടിലും അഭിമാനമായി, ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും അഭിമാനമായി കുഞ്ഞ്, അല്ലെങ്കിൽ നാളെ പരലോകത്ത് ആ കുട്ടി പ്രാർത്ഥിക്കും, റബ്ബന ആതിനി വൈഫൈനി മിനൽ അദാബ്, എൻ്റെ മാതാപിതാക്കൾ ഇരട്ടി ശിക്ഷ കൊടുക്കും, ഞാൻ അനുഭവിക്കേണ്ട എന്ന് ആ കുട്ടി തിരിഞ്ഞു നിന്ന് നമുക്കെതിരെ പ്രാർത്ഥിക്കുന്ന, നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അതിന് മുമ്പിൽ കടമയെ തടഞ്ഞു നിൽക്കുന്ന അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ദീനിലും ദുനിയാവിലും പരലോകത്തും അഭിമാനിക്കാവുന്ന രീതിയിൽ മക്കളെ നമ്മൾ വളർത്തിയെടുത്ത് കൊണ്ടുപോയാൽ നമുക്കതിൻ്റെ നേട്ടമുണ്ടാവും. നമുക്ക് മാത്രമല്ല ഈ ദീനിനുണ്ടാവും, സമുദായത്തിനുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അള്ളാഹു അതിനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു ഏറ്റവും നല്ല റിസൾട്ടുള്ള പ്രത്യുൽപ്പന്നമതികളായ സ്വാലിഹീകളായ ഇബാദുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും അവൻ്റെ ജന്നാത്ത് ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ നോമ്പും നമ്മുടെ നിസ്കാരവും നമ്മുടെ ഖിയാമുൽ ലൈലും നമ്മുടെ ഖിറാഅത്തും നമ്മുടെ ദുആകളും ഒക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാവട്ടെ. നമ്മൾ സ്വർഗാവകാശികളാക്കുമാറാവട്ടെ. നരകത്തിൽ നിന്ന് മോചനം നൽകുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ തരുമാറാവട്ടെ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.